കാഫർ വിവാദത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് ലീഗ്. വ്യാജ പ്രചരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം. ഈ മാസം 9-ന് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തും. പ്രചരണം വലിയ തോതിൽ അപകടകരമായ ഒരു പ്രവണത വളർന്നു വരികയാണ്. ഒരു ഉത്തരവാദിത്വപ്പെട്ട യുവജന സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ മെയ് 9-ാം തീയതി ഒരു SP ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നിരുന്നു. അഭിജിത്ത്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേനാൾ വന്ന ഏറ്റവും ഹീനമായ സ്ക്രീൻഷോട്ടിൽ ആരാണ് പിന്നിലെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിയുന്നില്ല. മാത്രമല്ല, യൂത്ത് ലീഗ് അവർക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു. ഈ പറഞ്ഞ മുഹമ്മദ് കാസിം എന്ന ആ ചെറുപ്പക്കാരൻ തന്നെ പോലീസിലേക്ക് അങ്ങോട്ട് പോയി അന്വേഷണം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു പ്രയോജനമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണോ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് ഇറങ്ങുന്നത്? തീർച്ചയായും ഹാഷ്മി, ആ രീതിയിൽ തന്നെയാണ്. കാരണം വലിയ രീതിയിൽ ഈ വടകരയിലെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ചർച്ചയായതാണ്. വലിയ രീതിയിൽ അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഏത് തരത്തിലാണ് വടകരയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായതെന്നും നാം കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ കാഫിർ പരാമർശം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ഒരു സ്ക്രീൻഷോട്ട്, അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് അവസാന നാളുകളിൽ ചർച്ചയൊക്കെ നടന്നിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഒപ്പം LDF സ്ഥാനാർത്ഥി KK ശൈലജയും നടത്തിയ പ്രതികരണങ്ങൾ, അത് ഇരുവിഭാഗങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വയ്ക്കുന്നതായിരുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിലാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറായിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോപണം ഉയർന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെതിരെയായിരുന്നു. മുഹമ്മദ് കാസിം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇത്തരത്തിലൊരു സന്ദേശം പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു LDFന്റെ പ്രചാരണം. ആ രീതിയിൽ കേസെടുത്ത് ഈ മുഹമ്മദ് കാസിമിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ യൂത്ത് ലീഗ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇക്കാര്യത്തിൽ മുഹമ്മദ് കാസിം തെറ്റുകാരനല്ല എന്ന് പോലീസിന് ബോധ്യമായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആരോപണങ്ങൾ യൂത്ത് ലീഗിനെതിരെ വരികയാണ്, മുസ്ലിം ലീഗിനെതിരെ വരികയാണ്, UDFനെതിരെ വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരാണ് ഇതിന് പുറകിൽ ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ യൂത്ത് ലീഗ് ആരാണ് ആ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.